എല്ലാ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾക്കും ഹൃദയം നിറഞ്ഞൊരു ഈദ് മുബാറക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ കണ്ണിന് കാണാൻ കൊതിച്ചൊരു കാഴ്ച തന്നെയാണ് കാണുന്നത്. കണ്ടില്ലേ, നമ്മുടെ സൗദി ജയിലിൽ മരണവും കാത്തു കിടന്ന റഹീംക്ക, ആ മനുഷ്യനാണ് ഇതാ കണ്ടില്ലേ നാട്ടിലേക്ക് വന്നത്. ആ ഉമ്മയുടെ പ്രാർത്ഥന, നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, നമ്മളുടെ എല്ലാവരുടെയും പൈസ നഷ്ടമായി പോയിട്ടില്ല. അദ്ദേഹം വീണ്ടും ജനിച്ച നാട്ടിലേക്ക് 20 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. ഇതിലും നല്ലൊരു സുന്ദരമായ കാഴ്ച വേറെ ഉണ്ടോ? ഇല്ല അല്ലേ? ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെല്ലാവരും ഭയങ്കരമായിട്ട് സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വ്യക്തി എനിക്ക് തോന്നുന്നു ഈ മനുഷ്യനായിരിക്കും എന്നാണ് തോന്നുന്നത്. വെറും 2 ദിവസം കൊണ്ട് ഏകദേശം 40 കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് സ്വരൂപിക്കാൻ കഴിഞ്ഞത്. ലോക രാജ്യങ്ങൾ പോലും, അല്ലെങ്കിൽ GCCയിലെ പല രാജ്യങ്ങൾ പോലും മലയാളികളുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മലയാളികളുടെ ഐക്യത്തെ കണ്ട് അത്ഭുതപ്പെട്ടൊരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് സൗദി ഭരണകൂടം പോലും. കാരണം 40 കോടി രൂപയൊക്കെ ഒന്ന് പിരിച്ചെടുക്കലെന്ന് പറയുന്നത് ഭയങ്കരമായൊരു കാര്യമാണ്. പക്ഷേ മലയാളി പിന്നോട്ട് പോയിട്ടില്ല. അതിനെ മുന്നിൽ നിന്ന് നയിച്ച ആ മനുഷ്യൻ പോച്ചെ, അയാളെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ആ മനുഷ്യനാണ് മുന്നിട്ടിറങ്ങിയത്. ഏറ്റവും കൂടുതൽ ഈ റഹീം എന്ന് പറയുന്ന വ്യക്തി കടപ്പെടേണ്ടതും ആ ബോച്ചെ എന്ന് പറയുന്ന ആ മനുഷ്യനോട്. കാരണം അദ്ദേഹമാണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത്. അതിനുശേഷമാണ് ലോക മലയാളികൾ എല്ലാവരും ഇത് ഏറ്റെടുത്തത്. എന്തായാലും എല്ലാ മലയാളികളും ഏറ്റെടുത്തു. ജാതി, മതം, രാഷ്ട്രീയം, വർഗം ഒന്നും നോക്കാതെ ഈ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ മലയാളികളും ഒത്തൊരുമയോടെ നിന്നു. അങ്ങനെ ആ മനുഷ്യനെ നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കാതെ തിരിച്ച് നാട്ടിലെത്തിച്ചു. ആ ഉമ്മയുടെ അരികിലേക്ക് ആ മകനെ നമ്മൾ സമ്മാനിച്ചു. സത്യം പറയുകയാണെങ്കിൽ ഇതിലും വലിയൊരു പെരുന്നാൾ സമ്മാനം ആ വയസ്സായ വയോധികയായ ആ ഉമ്മക്ക് കൊടുക്കാൻ നമുക്ക് മലയാളികൾക്ക് വേറെയില്ല. 20 വർഷമായിട്ട് താൻ 10 മാസം ചുവന്ന് പ്രസവിച്ച, നൊന്ത് പ്രസവിച്ച തൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു, പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട്. മരണപ്പെടുന്നതിന് മുമ്പെങ്കിലും എൻ്റെ മകനെ ഒരു നോക്ക് കാണാൻ കഴിയണേ പടച്ചോനെ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയാണ് നമ്മൾ ലോക മലയാളികളെ ഏറ്റെടുത്തത്. ആ ഏറ്റെടുത്ത് അത് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയ ദിവസമാണിതാ ഇന്നത്തെ ദിവസം. സത്യം പറയുകയാണെങ്കിൽ ഒരു മലയാളിയായതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയാണ്. ഈ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കമായാലും കൊറോണയായാലും എന്തൊക്കെ മഹാമാരികൾ വന്നപ്പോഴും നമ്മൾ മലയാളികൾ ഒത്തൊരുമിച്ച ആ ഒരു ഐക്യം ഉണ്ടല്ലോ, ഒരു ഒത്തൊരുമ, അത് ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെവിടെയും മലയാളികളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും. കാരണം മലയാളി പൊളിയാണ്. നമുക്ക് ജാതിയുണ്ട്, മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ മലയാളിക്കൊന്നെന്നാൽ മലയാളി എല്ലാം കൂടി ഒന്നാവും. അതാണ് നമ്മൾ മലയാളികൾ. അത് വീണ്ടും നമ്മളിവിടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക്. സന്തോഷം നിർത്തുന്നു. മനസ്സിനേറെ സന്തോഷം തന്നൊരു ദിവസമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.